ഇനി നമുക്ക് ചിക്കൻ പാർട്സ് കറി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാളയാണ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നല്ലവണ്ണം വഴന്ന് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. 4 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും കൂടെ ആ പച്ച കുത്ത് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്യാം. ഇതിൻ്റെ ആ റോ സ്മെൽ മാറുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പാർട്സ് ആഡ് ചെയ്യാം. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ പാർട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം അല്പം വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യമെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പാർട്സ് ഒക്കെ നല്ലവണ്ണം വെന്തു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. താങ്ക് യു.